എല്ലാവർക്കും നമസ്കാരം. വിഷ്ണു സിസ്റ്റമാറ്റിക് ടൈൽസ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ നാനോ വെയിറ്റ് വിരിക്കുന്ന വീഡിയോ. ഇത് വിരിച്ചിട്ട് ഇങ്ങനെ വിരിക്കുന്ന എന്തൊക്കെയാണ് ഇതിൽ ശ്രദ്ധിക്കണേ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പറയുന്നത്. അപ്പൊ നമ്മുടെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടു ഫുള്ള് കാണും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മുടെ ചാനൽ അതുപോലെ ഷെയർ ചെയ്യണം. ഇന്ന് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് നാനോ വൈറ്റ് 4K സെഗ്മെന്റിൽ പെട്ട വൈറ്റ് കളർ ടൈലാണ്. 8x4 ആണ് ഈ ടൈലിൻ്റെ സൈസ്. അപ്പം നമ്മളിവിടെ ഉപയോഗിക്കുന്നത് വൈറ്റ് കളർ അഡ്ഹസീവാണ്. മപ്പായുടെ കാരാബോണ്ട് പ്ലസ് വൈറ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. 15 mm തിക്നെസ് ഉള്ള ടൈലാണത്. അപ്പോൾ നമ്മളൊരു 12 mm ട്രവലിൽ വിരിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി മുമ്പ് സ്ക്രീഡ് ചെയ്ത് കൊടുത്ത ഫ്ലോറാണ്. അപ്പോൾ സ്ക്രീഡിങ്ങിനെ കുറിച്ചൊക്കെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. മെപ്പായുടെ ഒരു പ്രൊഡക്റ്റ് ടോപ്പ് സമ്മിന് വെച്ച് എങ്ങനെ സ്ക്രീഡ് ചെയ്യാം എന്നുള്ളത്. അപ്പോൾ സ്ക്രീഡിങ്ങിനെ കുറിച്ച് അറിയാത്ത ആൾക്കാർ അതിൽ ജസ്റ്റ് ഒന്ന് കയറി കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ഇത് അറിയാത്ത ആൾക്കാരോടാണ് കേട്ടോ പറയുന്നത്. നമ്മളെ ടൈൽ വർക്കേഴ്സൊക്കെ ഒരുവിധം എല്ലാവർക്കും സ്ക്രീഡിങ്ങും ബട്ടറിങ്ങും ട്രാവലിങ്ങും ഒക്കെ എല്ലാം അറിയാം. അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയാണ് പറയുന്നത്. ഇനിയിപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൽ കയറി കാണാം. അതുപോലെ തന്നെ എങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ബാക്ക് ബട്ടർ എന്തിനാണ് ചെയ്യുന്നത് മുതലായ കാര്യങ്ങളൊക്കെ നമ്മൾ വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അതിനെക്കുറിച്ച് അധികം പറയാനില്ല. അപ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ വട്ടൻ നീളണം മിക്സ് ചെയ്ത് ചെയ്യാതെ കൂടുതലും വട്ടൻ മാത്രം ചെയ്തുകൊണ്ടിരിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ വരുന്ന എയറിനെ പുറത്തേക്ക് പോകാനുള്ള സംവിധാനം വേണം. അപ്പോൾ ടൈലിൻ്റെ ബാക്കിൽ നമ്മൾ ബട്ടർ ചെയ്യുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫുള്ളായിട്ട് ബോണ്ടിങ് കിട്ടാൻ വേണ്ടിയാണ്. നമ്മൾ എന്ത് പ്രൊഡക്റ്റ് ഗമ്മിൽ ചെയ്യുമ്പോഴും അത് ടൈൽ തന്നെ അവിടെ നിന്നില്ല. അപ്പോൾ ഒരു PVC പൈപ്പ് പ്ലംബർ ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ, രണ്ട് സൈഡിലും പൈപ്പിൻ്റെ രണ്ട് തലയിലും ഗം ചെയ്ത് കൊടുക്കും. അതെന്താണെന്ന് വെച്ചാൽ ബോണ്ടിങ് കിട്ടാൻ വേണ്ടി. അതുപോലെ രാശിയിൽ ഒരു മരത്തമ്മ ഫെവിക്കോൾ വെക്കണമെങ്കിലും രണ്ട് സൈഡിലും വെക്കും, അത് ബോണ്ടിങ് കിട്ടാൻ വേണ്ടി. അതുപോലെ തന്നെയാണ് ഈ ബട്ടറിങ്ങും. കാരണം നമ്മൾ അടിയിൽ ഫ്ലോറിൽ ചെയ്ത ട്രവൽ ചെയ്തിട്ടിരിക്കുന്ന ഗമ്മിലേക്ക് ബോണ്ടിങ് കിട്ടാൻ വേണ്ടിയാണ്. 15 mm തിക്നെസ് ഉള്ള ടൈലായ കാരണം ഈ ടൈൽ എടുത്തു വയ്ക്കാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ് കേട്ടോ. നമ്മൾ 8x4 മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു, 8x4 സ്ലിം ടൈൽ ചെയ്ത്. അത് നമുക്ക് 2 പേർക്ക് വരെ എടുത്തു വയ്ക്കാൻ പറ്റും. പക്ഷേ ഇത് തികച്ച് 4 ആൾ തന്നെ വേണം. എന്താണെന്ന് വെച്ചാൽ 15 mm ആയ കാരണം കുറച്ച് തിക്നെസ് കൂടിയ ടൈലായ കാരണം ഇത്തിരി വെയിറ്റും ഉണ്ട്, നല്ല വെയിറ്റും ഉണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ വൈബ്രേഷൻ കൊടുത്തിട്ടാണ് നമ്മൾ ടൈലിനെ ഇരുത്തുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈബ്രേഷൻ ആകുമ്പോൾ നമ്മുടെ പശ കറക്റ്റായിട്ട് ലൂബ്രിക്കേറ്റ് ആയിട്ട് മൊത്തത്തിൽ ടൈലിൽ ഫുള്ള് പരന്ന് പിടിക്കും. ഹാമറിങ് ചെയ്യുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹാമർ തട്ടുന്നിടത്ത് മാത്രമാണ് ഈ പശ പരക്കാനുള്ള സാധ്യതയുള്ളൂ. വൈബ്രേഷൻ ആകുമ്പോൾ ഈ പശയുടെ ഈ പേസ്റ്റ് പരിവായ കാരണം കറക്റ്റായിട്ട് പരന്ന് പിടിക്കും. അതുകൊണ്ടാണ് നമ്മൾ കൂടുതലും വൈബ്രേഷൻ ഉപയോഗിക്കുന്നത്. ട്രാവൽ ഇങ്ങനെയും ചെയ്യാം. ആദ്യം വേണമെങ്കിൽ കുറച്ച് അഡ്ഹസീവ് ഫ്ലോറിൽ വലിച്ചിട്ടതിന് ശേഷം ഇതുപോലെ ട്രാവൽ ചെയ്താൽ അതിനോട് സുഖമായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ 4 അടി ടൈലായ കാരണം നമുക്ക് ട്രാവൽ ചെയ്യാൻ ഒറ്റയടിക്കും ഫുള്ള് ഗമ്മ് തേച്ചിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ബാക്കിലേക്ക് മേടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതുപോലും ട്രാവൽ ചെയ്യാം. അപ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ പരമാവധി നിങ്ങൾ തന്നെ ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. പക്ഷേ ഇവിടെ ചെയ്യുന്നത് നമ്മൾ 2 mm സ്പേസർ ഗ്യാപ്പാണ് ഉദ്ദേശിക്കുന്നത്. 2 mm സ്പേസർ ഗ്യാപ്പിന് ഞാൻ അതിൻ്റെ ക്ലിപ്പും മേടിച്ച് അന്വേഷിച്ചപ്പോൾ ക്ലിപ്പ് 2 mm അവൈലബിൾ ആണ്. പക്ഷേ അത് 12 mm വരെയുള്ള ടൈല് ചെയ്യാനാണ് നമുക്ക് ഈ 2 mm ക്ലിപ്പ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മളിവിടെ കൂടുതൽ ഉപയോഗിക്കുന്നത് റീയൂസബിളിന് കുറച്ച് കോസ്റ്റ് കൂടുതലാണെങ്കിലും വീണ്ടും ഉപയോഗിക്കാം എന്നുള്ളൊരു ഇതുകൊണ്ട് നമുക്കത് വലിയ നഷ്ടമായിട്ട് വരില്ല. പിന്നെ നമുക്ക് ക്ലയൻറ്റിന് നിർബന്ധമാണ് 2 mm ഗ്യാപ്പിൽ ചെയ്താൽ മതിയെന്ന്. അപ്പോൾ നമ്മൾ ക്ലയൻറ്റിൻ്റെ ഇഷ്ടാനുസരണം നമ്മൾ 2 mm ഗ്യാപ്പിൽ തന്നെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും റീയൂസബിൾ വെക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, റീയൂസബിൾ വെക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ പതുക്കേനൊന്ന് അതിൻ്റെ ഉള്ളിലേക്ക് ലെഗ്സ് ഇറക്കിയതിന് ശേഷം നിർബന്ധമായിട്ടൊന്ന് പതുക്കേനെ തിരിച്ചു കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഗമ്മിൽ ഈ റീയൂസബിളിൻ്റെ ലെഗ് അതിനുള്ളിൽ പെടാനും പിന്നെ അത് പിറ്റേ ദിവസത്തേക്ക് ഊരിയെടുക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവാനും സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ 2 ടൈല് ചെയ്ത് കഴിയുമ്പോൾ ഒന്ന് സ്പിരിറ്റ് ലെവലോ വാട്ടർ ലെവലോ ചെക്ക് ചെയ്യണത് നല്ലതാണ്. സ്പിരിറ്റ് ലെവൽ ഇതുപോലെ മുഴക്കോലിൽ വെച്ചൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. സ്ക്രീനിങ് ഒക്കെ നമ്മൾ പക്കിയായിട്ട് ചെയ്തിട്ട് കാരണം വലിയ മാറ്റങ്ങൾ വരില്ല. ഞാൻ അഥവാ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കറിയാം. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാനിത് ചെക്ക് ചെയ്തപ്പോൾ കുഴപ്പമില്ല, കറക്റ്റ് ലെവലാണ്. അപ്പോൾ വീണ്ടും നമുക്ക് അങ്ങനെ തുടങ്ങാം. അപ്പോൾ വീണ്ടും നമ്മൾ വൈബ്രേറ്റ് ചെയ്ത് ഓരോ ടൈലുകൾ വെച്ച് ഏതാണ്ട് ഈ ഹാള് നമ്മൾ ഫുള്ളൊന്ന് തീർക്കണം എന്നാണ് നമ്മുടെ ആഗ്രഹം. തീരുമെന്നറിയില്ല, തീർന്നാൽ വളരെ നല്ലതാണ്. ഇതൊരു 560 സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്തുള്ള ഹാളാണ് കേട്ടോ.
560 സ്ക്വയർ ഫീറ്റ് ഈ ഒരു ഭാഗം തന്നെ ഉണ്ട്. അത്യാവശ്യം വലിയ ഹാളാണ്, അത്യാവശ്യം വലിയ വീടാണ്. ഈ വീട് ഫുള്ള് നാനോ വൈറ്റ് ആണ് ചെയ്യുന്നത്. ആൾ വേറൊരു കളറും പ്രിഫർ ചെയ്യണില്ല. എന്താ വെച്ചാൽ വേറൊരു കളറോ അല്ലെങ്കിൽ ബോർഡറോ ഗീഡറോ അങ്ങനത്തെ ഒന്നും ആവശ്യമില്ല. ആൾ ഇത്തിരി എന്താ പറയുക, നല്ല വൃത്തിയിൽ നാനോ വൈറ്റ് ചെയ്തിട്ട് അത് ഫുള്ള് വൈറ്റ് കളർ എപ്പോക്സി എന്ന് ചെയ്യണമെന്നാണ് ആൾ പറയുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ പിന്നീട് ഇട്ടുതരാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണ്ടോ, റീയൂസബിൾ വയ്ക്കുമ്പോൾ ഇങ്ങനെ 2-3 പ്രാവശ്യം തിരിച്ചു കൊടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിറ്റേ ദിവസം ഊരാൻ നമുക്ക് എളുപ്പമുണ്ടാവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ചില ആൾക്കാരുകൾ പറയുന്ന കേൾക്കാറുണ്ട്, ഈ റീയൂസബിൾ വെച്ചിട്ട് നമുക്ക് പിറ്റേ ദിവസം ഊരുമ്പോൾ അത് കിട്ടണില്ല, ഭയങ്കര ടൈറ്റായിട്ട് നിൽക്കാമെന്ന്. അപ്പോൾ അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. വൈബ്രേഷൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു ടൈല് വൈബ്രേഷൻ ചെയ്യുമ്പോൾ മൊത്തത്തിൽ നമ്മൾ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. എല്ലാ ഭാഗത്തും വൈബ്രേറ്റ് എത്തിയിട്ടുണ്ടാവണം. എന്നാലാണ് മൊത്തത്തിൽ ഗമ്മ് നമുക്ക് സെറ്റായി കിട്ടുള്ളൂ. അതിനുശേഷം വൈബ്രേറ്റ് ചെയ്തതിന് ശേഷം കറക്റ്റായിട്ട് നമ്മൾ ക്ലിപ്പ് വെച്ചിട്ട് ടൈറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ പിന്നെ ടൈലിന് ഒരു അനക്കോ ഒരു മാറ്റമോ വരില്ല. അപ്പോൾ റീയൂസബിൾ നമ്മൾ ഉപയോഗിച്ച് ഇവിടെ 2mm ആയ കാരണമാണ്. അല്ലെങ്കിൽ നമ്മൾ ക്ലിപ്പും ബെഡ്ജാണ് നമ്മൾ വയ്ക്കാറ്. റീയൂസബിൾ അധികം യൂസ് ചെയ്യാറില്ല, കാരണം അത് ഇത്തിരി കോസ്റ്റ്ലി ആയി കാരണം. പക്ഷേ ഇവിടെ നമ്മൾ കംപ്ലീറ്റ് റീയൂസബിളാണ് ഉപയോഗിക്കുന്നത്. ഒരു 10-15 രൂപയൊക്കെ ആയിട്ട് റീയൂസബിൾ വാങ്ങിച്ചിട്ടുണ്ട്. ഒരു ഏകദേശം ഒരു 15 രൂപ തൊട്ട് 20 രൂപയാണ് ഒരു പീസിന് വരാൻ. ടൈലിപ്പോൾ ഏതാണ്ട് വിരിച്ച് ഏതാണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു അവസ്ഥ. അപ്പോൾ ഈ ഷീറ്റ് നമ്മളിപ്പോൾ പൊളിക്കില്ല, കുറച്ച് പിറ്റേ ദിവസം നമ്മൾ ഇതിലേക്ക് പ്രൊട്ടക്ഷൻ ഷീറ്റ് ഇടുന്നുണ്ട്. അപ്പോഴാണ് നമ്മൾ ഷീറ്റ് പൊളിക്കുക. പിന്നെ ഈ ഷീറ്റ് ഇതിലുള്ള ഈ കവർ പൊളിക്കാതിരുന്നാൽ എന്താ ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റുള്ളവരുടെ പണിയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ കവർ ഫുള്ള് കീറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അഴിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ പരമാവധി വിരിച്ചതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഇതുപോലെ പൊളിച്ചെടുക്കണം. ഈ പൊളിച്ചെടുക്കുമ്പോൾ കണ്ട കൂടുതൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും, ഈ ഷീറ്റിൽ സ്ക്രാച്ചസ് വീണ് കഴിഞ്ഞാൽ. അപ്പോൾ ഈ പൊളിച്ചെടുക്കുന്നതിനോട് കൂടി തന്നെ നമ്മൾ നിർബന്ധമായും പ്രൊട്ടക്ഷൻ ഷീറ്റ് വിരിച്ചിരിക്കണം. എന്താ വെച്ചാൽ ഇത് ഹൈ ഗ്ലോസിയാണ്, നാനോ വൈറ്റ് ആണ്. ഹൈ ഗ്ലോസി ടൈലാകുമ്പോൾ തന്നെ നമുക്കറിയാം ഗ്ലോസിനെസ് കൂടും തോറും നമുക്ക് സാധ്യതയുണ്ട്, എന്തിന് സ്ക്രാച്ചസ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ഫുള്ള് ക്ലിയർ ആക്കിയതിന് ശേഷം എത്രയും പെട്ടെന്ന് നമ്മൾ പ്രൊട്ടക്ഷൻ ഷീറ്റ് ഇട്ട് കൊടുക്കണം. അതിൽ നമ്മൾ ബുദ്ധിമുട്ട് വിചാരിക്കരുത്. അവസാനം അല്ലെങ്കിൽ പണി കഴിഞ്ഞ് കഴിയുമ്പോൾ അവിടെ സ്ക്രാച്ച് ഇവിടെ സ്ക്രാച്ച് എന്നൊക്കെ പറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഫുള്ള് ഷീറ്റ് കീറി എടുത്തതിന് ശേഷം മൊത്തം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ പ്രൊട്ടക്ഷൻ ഷീറ്റ് ഇട്ട് കൊടുക്കണം. ഇത് ഫുള്ള് കവർ ചെയ്യാൻ പോകണം പ്രൊട്ടക്ഷൻ ഷീറ്റ്. എന്നാലാണ് നമുക്ക് അടുത്ത ദിവസം ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ കൂടെ നടക്കാനോ അല്ലെങ്കിൽ ആശാരിമാർക്കോ മറ്റു കാർപ്പൻറ്റേഴ്സോ ആരെങ്കിലും പെയിൻറ്റർമാരോ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ക്ലിയർ ആവുള്ളൂ. ഇതിപ്പോൾ പ്രൊട്ടക്ഷൻ ഷീറ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് ഇത് ഫുൾ ആവാറായിട്ടുണ്ട് പ്രൊട്ടക്ഷൻ ഷീറ്റ് ഇട്ട്. നാനോയിട്ട് വിരിച്ച വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലൊന്നും കൂടി പറയുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, മറ്റുള്ളവരിലേക്ക് എത്തിക്കണം. ഇത് ഫിനിഷ് ആയി കഴിയുമ്പോൾ ഞാൻ ഇതിൻ്റെ ഫുൾ വീഡിയോ എപ്പോക്സിയൊക്കെ കഴിഞ്ഞ് ഫുൾ വർക്ക് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ഞാൻ യൂട്യൂബിൽ പിന്നീട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ